ഹലോ ഡിയേഴ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരുപാടായി പറയുന്നത് പൂച്ചനെ അകറ്റി നിർത്താൻ എന്താ ഒരു വഴിയെന്ന്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു, നായ എങ്ങനെ അകറ്റി നിർത്താമെന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് ടിപ്സും ഒക്കെ വെച്ചിട്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാർക്ക് അത് അത്ര വലിയ എഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നായയെ ഒരു അകറ്റി നിർത്തുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ പൂച്ചയായാലും നായയായാലും നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട്, അവർ വരാണ്ടിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ പല മാർഗ്ഗങ്ങളും യൂസ് ചെയ്യാം. പക്ഷേ ക്രൂരമായിട്ടുള്ള യൂസിങ് ഒക്കെ ഉണ്ട്. ചില ആളുകൾ ഷോക്ക് അടിപ്പിക്കാൻ കറണ്ട് വെച്ചിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അത്തരം പാപങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നും. പക്ഷേ ഇവരുണ്ടല്ലോ, ഒന്നങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മളെ തന്നെ അങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്യാരക്ടർ ഈ ഒരു നായയുടെയും പൂച്ചയുടെയും ഭാഗത്തുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു ഗ്യാപ്പ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ, പൂച്ച നമ്മുടെ വീട്ടിലേക്ക് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ മാക്സിമം അതിനെ ഓടിച്ചു വിടാം. കാരണം പൂച്ചനെ ഒരിക്കലും വീടിൻ്റെ അകത്തേക്ക് കയറി ശീലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും കയറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും കട്ടെടുക്കുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, മീനൊക്കെ എന്തെങ്കിലും പൊരിച്ച് എടുക്കുന്ന ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് പിന്നെ അത് മെൻറ്റാലിറ്റി മാറ്റാനേ കഴിയില്ല. കാരണം നമ്മൾ ഈ കുട്ടികളെയും പൂച്ചനെയൊക്കെ ഒരുപോലെയാണ്, ഈ വളർത്തുന്ന അനുസരിച്ച് വഷളാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവരെ വീട്ടിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ച് അവരെ വിട്ട് നിർത്താൻ നമുക്ക് പറ്റിയാലുണ്ടല്ലോ, അവർ ആ ഒരു പോയിന്റ് തന്നെ നിൽക്കുള്ളൂ. ഇപ്പോൾ പൂച്ചകൾക്ക് ഒരു പ്രത്യേകത തന്നെ, നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം ഇട്ട് കൊടുത്താൽ അവിടെ തന്നെ കഴിക്കോളും. ഇപ്പം നമ്മൾ പൂച്ചയ്ക്ക് ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം, അപ്പോൾ ഇവിടെ തന്നെ ഇട്ട് കഴിക്കോളും. അത് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് ആ ഒരു പിന്നെ ഈ പറമ്പിലേക്കൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പൂച്ച അവിടെ പോയിട്ട് മീനൊന്നും എടുക്കാനില്ല. മീനിൻ്റെ വേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാനില്ല. കാരണം അതൊരു മാഞ്ഞാളം എന്നൊക്കെ വേണമെങ്കിൽ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയാം. അങ്ങനെ ശീലമില്ലാണ്ട് ഇരിക്കാനാണ് നല്ലത്. പക്ഷേ എപ്പോഴും ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ട് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ നാടൻ പൂച്ചകളൊക്കെ അവിടെ തന്നെ പോയി കഴിക്കുള്ളൂ. പിന്നെ പൊതുവെ പലർക്കും ഒരു സ്വഭാവമുണ്ട്, ചെറിയ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മെല്ലെ കവറിലാക്കിയിട്ട് എവിടെയെങ്കിലും ടൗണിലൊക്കെ കൊണ്ടുപോയി കളയും. എന്നുവെച്ചാൽ മീൻ കിട്ടുന്ന ഏരിയ കൊണ്ടുപോയി കളഞ്ഞാൽ മതി, അവർക്ക് അവിടുന്ന് നല്ലപോലെ ഫുഡ് കിട്ടും. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനെക്കാളും കൂടുതൽ അവിടെ കിട്ടും. പക്ഷെ പൂച്ചകൾക്കൊരു സ്വഭാവമുണ്ട്, കുറച്ച് നന്ദി കൂടുതലാണ്. കാരണം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിലും അവർ നേരെ അവർക്ക് നമ്മൾ പിന്നെ പറയാതെ തന്നെ അവർക്ക് നമ്മളെ വീട്ടിലേക്ക് എത്താനുള്ള വഴി അറിയാം. അവർ നേരെ നമ്മളെ വീട്ടിലെത്തും. പല പൂച്ചകളും അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കളയുന്നത് നിർത്തിയിട്ടോ. ഇപ്പോൾ ഈ പൂച്ച പ്രസവിച്ച് ഒരു 4 or 5 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അവർ ആ ഒരു പുറത്ത് ആ ഒരു വെറുതെ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ആയിട്ട് നിൽക്കും. പിന്നെ പറഞ്ഞാൽ നമ്മൾ അടുക്കളയ്ക്കുള്ള ആ ഒരു പിന്നെ എൻട്രൻസ് തന്നെ മാക്സിമം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പൂച്ചയൊക്കെ പറഞ്ഞാൽ ഈ പൂച്ച കുഞ്ഞുങ്ങളുണ്ടായാലാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അവർക്ക് ചെറിയൊരു ഹോള് മതിയല്ലോ കയറി വരാൻ. അപ്പോൾ ഇപ്പോൾ പറയേ അവർക്ക് ഞാൻ എന്താ മാക്സിമം അടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അടച്ചു വെക്കും. പക്ഷെ ലാസ്റ്റത്തെ 19ാമത്തെ അടവാണ് പറയും നല്ലോണം ഫുഡ് ഞാൻ അങ്ങ് കൊടുക്കും. അപ്പോൾ അവർ വേഗം വളരുമല്ലോ. വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഹോളിലൂടെ അവർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഉടായ്പ പിന്നെ അവരിൽ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഗിൽസ് സാധാരണ അടുക്കളയുടെ ഗിൽസ് ഉണ്ട്, അത് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ ഇവർക്ക് വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. എന്നിട്ട് ഇപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ വല വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ഷീറ്റ് വെച്ചിട്ട് കാർബോർഡൊക്കെ വെച്ചിട്ട് അടക്കലാണ്. ഈ പൂച്ച കുഞ്ഞുങ്ങളുടെ ഈ സീസൺ ആയിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ പിന്നെ ഇതേമാതിരി പുറത്തിങ്ങനെ നിൽക്കട്ടോ. പക്ഷെ എന്നാലും ഇവർ വല്ലാണ്ട് വളരുമൊന്നുമില്ല. നായയുടെ ശല്യമുള്ളതുകൊണ്ട് രാത്രി നായ വരും ഇവരെ കടിച്ച് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു പാവം തോന്നലാട്ടോ. ഈ പൂച്ചനെ പൊതുവേ നാടൻ പൂച്ചനെ വളർത്തുന്നവരുമുണ്ട്, ഓടിച്ചു വിടുന്നവരുമുണ്ട്. നല്ല പോലെ ഓടിച്ചു വിടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ കല്ലെടുത്ത് തന്നെ എറിഞ്ഞ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ പൂച്ച വരില്ല. കുറേയൊക്കെ ക്ഷമിച്ച് പൂച്ച വരുമെങ്കിലും പിന്നീട് നമ്മൾ ആ ഒരു കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇന്ന് ആ പൂച്ച ആ ഭാഗത്തേക്ക് തന്നെ വരില്ല. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പൂച്ചകൾ കാലങ്ങൾ ഞങ്ങൾ ഈ വീട് എടുത്തിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആയി. അന്ന് മുതലേ പൂച്ച ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഏരിയയിൽ പൂച്ച കൊണ്ട് കഴിക്കും. പിന്നെ ഇപ്പം എന്തെങ്കിലും മീൻ വാങ്ങി വരികയാണെങ്കിൽ പൂച്ചയൊക്കെ ആയിട്ട് വേറെ തന്നെ വാങ്ങിക്കൊണ്ടുവരും. അവിടുന്ന് കളയാൻ നിൽക്കുന്ന മീനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ പൂച്ചകൾ തന്നെ ഭയങ്കര സ്നേഹം. അപ്പോൾ വരുന്ന സമയത്ത് പൂച്ച ഓടി പോകും പിള്ളേരിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ആ മീനുണ്ടെങ്കിൽ ആ മീനും കഴിച്ചിട്ടാണ് വരിക. അത് പൂച്ച പിന്നെ എപ്പം വരുമ്പോഴും പിന്നെ പൂച്ച അങ്ങോട്ട് ഓടും കേട്ടോ, മീനുണ്ട് വിചാരിച്ചിട്ട്. പക്ഷെ ഭയങ്കര സ്നേഹമാണ് ഇവരെ ഒരു കാര്യത്തിൽ. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്താൽ ഉപദ്രവമാവും. കാരണം വീട്ടിലേക്ക് കയറി വരും. അതുമാത്രമല്ല ഈ ചുമരുമ്പലൊക്കെ അവർ ഈ ആൺപൂച്ചയൊക്കെ ആണെങ്കിൽ മൂത്രം ഒഴിക്കും, അങ്ങോട്ട് തെറിപ്പിച്ച് കൊടുക്കും. അത് ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് പൂച്ചയുടെ സ്മെല്ല്. ഇപ്പം ഇവിടെ അടുത്തുണ്ടാക്കിയത് വർക്ക് ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് പൂച്ച കയറാത്ത രീതിയിൽ നമ്മൾ ഈ ഹോള് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആദ്യം ഈ അടുക്കള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പുറത്തേക്കുള്ള സ്പേസ് നമ്മൾ എക്സ്ട്രാ എടുത്തതാണ്. ആദ്യമൊക്കെ പൂച്ച ഈ ഒരു സ്റ്റെപ്പുമ്പോഴാട്ടോ കിടക്കുക.
വയറ്റിലുള്ള പൂച്ച വരെ ആ സ്റ്റെപ്പുമ്പോൾ കിടക്കും. നമ്മൾ ഒന്ന് കാലെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും പൂച്ച അവിടെ കിടക്കുന്നത് കാണാം. അങ്ങനെ കുറേ പ്രാവശ്യമൊക്കെ ചവിട്ടാൻ പോയാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സെറ്റ് ആക്കിയതിൻ്റെ ശേഷം പൂച്ച അകത്തേക്ക് കയറില്ല. അപ്പോൾ പൂച്ച വരാണ്ടിരിക്കാൻ മാക്സിമം നമ്മൾ ഹോളൊക്കെ അടച്ചിട്ടുണ്ട്. ഈ അതിൽ ഹോളുള്ളതൊക്കെ ഈ ടെർമോക്കോൾ വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇതുപോലെ ഒരു നെറ്റ് വല വെച്ചിട്ട് അടച്ചതാണ്. കാരണം കാക്കും പൂച്ചയും വരും. ഇവിടെ പുറത്ത് അടുപ്പുള്ളതല്ലേ. അപ്പോൾ ഈ അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ സമയത്ത് കാക്ക അതിലോട്ട് എൻ്റർ ചെയ്യും, അല്ലെങ്കിൽ പൂച്ച വരും. പിന്നെ നമ്മൾ ഈ മീനും കോഴിയൊക്കെ പൊരിക്കുമ്പോൾ നായ വരാനും സാധ്യതയുണ്ട്. അവിടെ അപ്പുറത്ത് പറമ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഹോള് ആ മുകളിലും സൈഡിലൊക്കെ പൂച്ച ഇങ്ങോട്ടേക്ക് കയറാണ്ടിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റത്തെ വഴി എന്ന് പറഞ്ഞാൽ ഇതാ ഈ വാതിൽ അടച്ചിടുക എന്നുള്ളതാണ്. അത് അടച്ചിട്ട പൂച്ചൻ്റെ ഉള്ളിലേക്ക് കയറില്ല, പുറത്തല്ല നിൽക്കുള്ളൂ. അത് പിന്നെ അങ്ങനെയാണ് കഴിഞ്ഞോളും. പക്ഷെ തുറന്നിട്ട് അവർ വരും കേട്ടോ. അപ്പോൾ ഈ മക്കളൊക്കെ ഉള്ള സമയത്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇതാവും. അതുകൊണ്ട് തന്നെ ഇത് അലൂമിനിയത്തിൻ്റെ ഒരു വാതിലാണ്. അപ്പോൾ ഇതിന് ഓട്ടോമാറ്റിക് ഡോറ് അടയുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പൂച്ച ഇങ്ങനെ വീട്ടിലുണ്ടാകുമ്പോൾ ഏറ്റവും വലിയ രസം ഇങ്ങനെ ഈ പൂച്ചക്കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂടെ അങ്ങനെ കളിക്കാൻ നല്ല രസമാണ്. അതേമാതിരി നമ്മൾ ഈ ഓലയുടെ ഒരു കൊടി ഇരുത്താണ്ട് ഇങ്ങനെ അവരെ കളിപ്പിച്ചാലും അവർ നല്ലപോലെ കളിക്കും. പിന്നെ അതേമാതിരി ഇവർ ഈ പൂച്ചകൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കണം കാണാൻ നല്ല രസമാണ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഹരാണല്ലോ. തനുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവരെ പൂച്ച എന്ന് കണ്ടാൽ അവൾ അതിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടാകുന്നത് നല്ലതാട്ടോ. അതൊരു നല്ല രീതിയിൽ നമ്മൾ ഇതുപോലൊക്കെ അകറ്റി നിർത്തിയിട്ട് വളർത്തുക എന്നുണ്ടെങ്കിൽ നല്ല രസമാണ്. പക്ഷേ അതിങ്ങോട്ട് ഉപദ്രവകാരി ആകുമ്പോഴാണ് പ്രശ്നമുള്ളത്. ഇപ്പോൾ എത്ര ആൾക്കാർ പൂച്ച ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ട് വീട്ടിൽ വളർത്തുന്നവരുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും പല ഡൗട്ടാണ്, അവരെവിടെയെങ്കിലുമൊക്കെ മൂത്രം വയ്ക്കൂലേ, അവർ ആ പൂച്ചയുടെ സ്മെല്ലുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനെ നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുവരുന്നെങ്കിൽ മാത്രമേ ആ ഒരു ഇതുണ്ടാവുള്ളൂ. പിന്നെ ഈ ഡോറ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഓട്ടോമാറ്റിക് ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് അവിടെ പിന്നെ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു ഉഡായ്പ് ഓട്ടോമാറ്റിക് ഒക്കെ കേട്ടോ. പക്ഷേ ഇതിങ്ങനെ സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു ഗാന്ധത്തിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധത്തിന് പവർ പോരാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ ഒഴിവാക്കിയിട്ടുള്ള കീ ഉണ്ടല്ലോ, ചാവി, അതിന് വെച്ച് താക്കോല് വെച്ചിട്ട് ഒന്നുകൂടി ദമ്മാക്കി കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പല കുറേ ഉഡായ്പാട്ടോ. ഇങ്ങനത്തെ പല ഉഡായ്പ് വേർഷനും നമ്മൾ പല വീടിൻ്റെ പല ഭാഗത്തായിട്ട് കാണും. ഇതൊക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു റൂട്ടർ വെച്ചാട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യക്കാർക്ക് വാങ്ങാം. നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഈ പിന്നെ സ്ക്രൂ ചെയ്യാനോ ആണി അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഡ്രില്ലിംഗ് മെഷീൻ വേണം കേട്ടോ. ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനോടാണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്. നല്ല എളുപ്പമാണ് സംഭവം കേട്ടോ. നമുക്കൊക്കെ അതൊന്നും ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങാൻ പറ്റില്ല, അങ്ങനെ എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ നമ്മൾ കെയർ ചെയ്ത് സൂക്ഷിച്ച് കൊണ്ടെടുക്കുകയാണെന്നെങ്കിൽ ഇതാ 2 പ്രസ്സിങ് കൊണ്ട് സംഭവം അങ്ങോട്ട് ഫിറ്റാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പല ഉടായ്പും ഈ പരൻ്റെ പല ഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പൂച്ച കയറുന്നുണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. വീട്ടിലേക്ക് കയറാത്ത രീതിയിൽ മാക്സിമം വാതിലങ്ങോട്ട് അടച്ചു വെക്കുക. കാരണം അവരെ മാക്സിമം നമ്മൾ ഒന്ന് വിട്ട് നിർത്തി വെക്കുക. വേറെ ഒന്നും നിവർത്തിയില്ല. കാരണം മിണ്ടാപ്രാണികളാണ്, അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്താൽ മതി.